അസ്സലാമു അലൈക്കും. പശുക്കുട്ടിയെ ആരാധിച്ചവരെ വധിക്കുന്നതുമായി ബന്ധപ്പെട്ട ചരിത്രം ഇബ്നു കസീർ റഹിമഹുള്ളയുടെ ചരിത്ര ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിച്ചപ്പോൾ 7000-ഓളം ആളുകൾ വധിക്കപ്പെട്ടുവെന്ന് പറഞ്ഞിരുന്നു. അത് 70,000 എന്നാക്കി തിരുത്തണമെന്ന് ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 54-ാമത്തെ ആയത്തിന്റെ 5-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇവിടെ ഈ ക്ലാസ്സോടുകൂടി ഈ ആയത്തിന്റെ പഠനം അവസാനിക്കുകയാണ്. ഈ ആയത്തിൽ ഇസ്രായേൽ സന്തതികൾ പശുക്കുട്ടിയെ ഉണ്ടാക്കിയതും അതിനെ ആരാധിച്ചതും അതിനുശേഷം അവർ ചെയ്ത ആ അക്രമത്തിൽ ഖേദിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അവർ മടങ്ങിയ സംഭവങ്ങളും നമ്മൾ കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ ചർച്ച ചെയ്തു. ഈ അക്രമം ചെയ്ത ആളുകളോട് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുവാനും അതോടൊപ്പം തന്നെ അവർക്കുള്ള ഒരു ശിക്ഷയായിക്കൊണ്ട് അവർ പരസ്പരം കൊലപ്പെടുത്തുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. അതിനുശേഷം അള്ളാഹു ഈ ആയത്തിൽ പറയുന്നത് ഫതഅബ അലൈക്കും ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. അനന്തരം അള്ളാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു, അവൻ പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നവനും കരുണാനിധിയും അത്രയെന്ന്. സഹോദരങ്ങളെ, ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന അക്രമങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അക്രമം അത് ശിർക്കാണ്, ബഹുദൈവാരാധനയാണ്. സൂറത്തുൽ ലുഖ്മാനിലെ 13-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്ന ശിർക ലദുൽമുൻ അലീം. തീർച്ചയായും ഷിർക്ക് അത് വലിയ അക്രമം തന്നെയാകുന്നു എന്ന്. അത്രമാത്രം വലിയ അക്രമമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്ന ഷിർക്കാണ് ബനു ഇസ്രായേലർ അള്ളാഹുവോട് ചെയ്തത്. അങ്ങനെ ഷിർക്ക് ചെയ്തുകൊണ്ട് മരണപ്പെടുകയാണ് എങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവന് ശിക്ഷ ഇരട്ടിയാക്കപ്പെടുകയും നിന്ദ്യനായിക്കൊണ്ട് അവൻ നരകത്തിൽ എന്നെന്നും കഴിച്ചുകൂട്ടുകയും ചെയ്യുമെന്നാണ് പരിശുദ്ധ ഖുർആൻ വിവിധ സ്ഥലങ്ങളിലായി ഉണർത്തിയിട്ടുള്ള വിഷയം. എന്നാൽ ജീവിതത്തിൽ ഈ രൂപത്തിലുള്ള തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ അതിൽ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം പുറത്തു കൊടുക്കുന്നതാണ്. കാരണം ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. തീർച്ചയായും അവൻ പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാണ്. സഹോദരങ്ങളെ, നമ്മെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബ്, ആ റബ്ബിന്റെ വിശേഷണങ്ങളിൽപ്പെട്ടതാണ് അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാണ് എന്ന കാര്യം. ജീവിതത്തിൽ വന്നുപോകുന്ന ഏത് തെറ്റുമാകട്ടെ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം വെറുക്കുന്ന ബഹുദൈവ ആരാധനയാണെങ്കിൽ പോലും അതെല്ലാം നമ്മൾ അള്ളാഹുവോട് പശ്ചാത്തപിക്കുകയാണ് എങ്കിൽ അള്ളാഹു അതെല്ലാം പുറത്തു തരുന്നതാണ്. സൂറത്തു സുമറിലെ 53-ാമത്തെ ആയത്തിലൂടെ തെറ്റുകൾ ചെയ്യുന്ന തന്റെ ദാസന്മാരെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എന്റെ ദാസന്മാരെ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ. അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റി നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ. തീർച്ചയായും അള്ളാഹു പാപങ്ങളെല്ലാം പൊറുക്കുന്നതാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. തീർച്ചയായും അവൻ തന്നെയാകുന്നു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം പറയുകയാണ്, നിങ്ങൾക്ക് ശിക്ഷ വന്നെത്തുന്നതിന് മുമ്പായി നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിലേക്ക് താഴ്മയോടെ മടങ്ങുകയും അവന് കീഴ്പ്പെടുകയും ചെയ്യുകയും പിന്നെ ആ ശിക്ഷ വന്നതിന് ശേഷം നിങ്ങൾ സഹായിക്കപ്പെടുന്നതല്ല എന്നാണ്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിന് ഒരു സന്താനമുണ്ട് എന്ന് ജൽപ്പിക്കുന്ന ക്രൈസ്തവർ ഈ വാദം കാരണം ആകാശങ്ങൾ പൊട്ടിപ്പിളരുകയും ഭൂമി വിണ്ടുകീറുകയും പർവ്വതങ്ങൾ തകർന്നു വീഴുകയും ചെയ്യുമാറാകുന്ന ഒരു ആരോപണമാണ് അള്ളാഹുവിന് ഒരു സന്താനമുണ്ട് എന്ന വാദമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തു മറിയമിലെ 90-ാമത്തെ ആയത്തിലൂടെ പറയുന്നത്. അത്രമാത്രം ഗൗരവമായ ഈ വാദം വെച്ച് പുലർത്തുന്നവരോട് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈ വാദം ഉപേക്ഷിക്കുവാനും അവർ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുവാനും അള്ളാഹുവോട് പാപമോചനം തേടുവാനുമാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്ന് ക്രൈസ്തവരോട് പ്രത്യേകമായി പറയുന്നത് സൂറത്തു മാഇദയിലെ 73-74 ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ അത് എത്ര വലിയ തെറ്റുകളാണ് എങ്കിലും
അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു അതെല്ലാം പുറത്തു തരുമെന്നാണ് സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അത്തായിബു മിൻ ദൻബി കമല്ലാ ദംബ ലഹു, പാപത്തിൽ നിന്നും തൗബ ചെയ്യുന്നവൻ പാപം ചെയ്യാത്തവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നത് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, പാപങ്ങൾ പുറത്തു തരിക എന്ന് പറയുന്നത് അന്ന് അനേകം സ്ഥലങ്ങളിലായിട്ട് പരിശുദ്ധ ഖുർആനിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനേകം സ്ഥലങ്ങളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്ന ഒരു കാര്യമാണ്. സൂറത്തു ശൂറായിലെ 25-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനിസ് സയ്യിആത്ത്, അവനാകുന്നു തന്റെ ദാസന്മാരിൽ നിന്ന് പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ, അവൻ ദുഷ്കൃത്യങ്ങൾക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നു എന്നാണ്. സൂറത്ത് തോഹയിലെ 82-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും പിന്നെ നേർമാർഗത്തിൽ നിലകൊള്ളുകയും ചെയ്തവർക്ക് തീർച്ചയായും അല്ലാഹു ഏറെ പൊറത്തു കൊടുക്കുന്നവനാണ് എന്നാണ്. ഇവിടെ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ ആയത്തിൽ പശുക്കുട്ടിയെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്ത ഇസ്രായേൽ ജനതയിൽപ്പെട്ട ആളുകളെ പരസ്പരം വധിക്കണമെന്ന അല്ലാഹുവിന്റെ തീരുമാനം, ആ തീരുമാനം നടപ്പിലാക്കിയ സമൂഹത്തിനും തങ്ങൾ ചെയ്ത തെറ്റ് സമ്മതിക്കുകയും അത് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച പിന്നീട് വധശിക്ഷ ഏറ്റുവാങ്ങിയ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറത്തു കൊടുത്തു എന്നാണ് സൂറത്തുൽ ബഖറയുടെ 54-ാമത്തെ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞത്, ഫതാബ അലൈക്കും ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. അനന്തരം അല്ലാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു, അവൻ പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നവനും കരുണാനിധിയും അത്രേ എന്ന്. ഇതാണ് സഹോദരങ്ങളെ ഇന്നത്തെ ക്ലാസ് ഉൾപ്പെടെ മൊത്തം 5 ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ച സൂറത്തുൽ ബഖറയുടെ 54-ാമത്തെ ആയത്തിന്റെ വിശദീകരണമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഈ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനായി ഷെയ്ഖ് യാസിർ ബിൻ ഹംസ ഹഫിളഹുല്ലാ അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഖുർആൻ പാരായണത്തിന്റെ ആ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.